എടാ ഞാൻ ഈ ബുക്ക് ഒന്ന് അട്രാക്ട് ചെയ്യാൻ പോവാം, താനെ വരണമെങ്കിൽ വരട്ടെ. ആ ബുക്ക് എൻ്റെ വന്നു. ഈ ഹാർബേക്കർ കോടീശ്വര രഹസ്യങ്ങളുടെ ടെക്നിക്ക് എനിക്കറിയാം, കെൻ ഹോണ്ടയുടെ ടെക്നിക്സ് എനിക്കറിയാം, മരീസ പിയറിന്റെ ടെക്നിക്സ് എനിക്കറിയാം, സ്റ്റീവ് ജി ജോൺസിന്റെ ടെക്നിക്സ് അറിയാം. ഇവരുടെ എല്ലാവരുടെയും ഒരു സങ്കരമായിട്ട് കിട്ടുന്ന ഒരു കോഴ്സാണെന്ന് പറയുമ്പോൾ അതിന്റെ വാല്യൂ ഒന്ന് ആലോചിച്ചു. മനസ്സിലുള്ള നെഗറ്റിവിറ്റിയെ കളയുക എന്നുള്ളതാണ് ഫസ്റ്റ് ടെക്നിക്ക്. അതിന് ബ്രെയിൻ വേവ് എൻട്രെയിൻമെന്റ് എന്ന് പറയുന്ന ആധുനിക സങ്കേതമാണ് ഉപയോഗിക്കുന്നത് ടെക്നിക്ക്. ദീക്ഷയില്ലാതെ മെഡിറ്റേറ്റ് ചെയ്യുന്നവർ പല രീതിയിൽ പല ഡിമെൻഷൻസിൽ മെന്റൽ പ്ലെയിൻ ഷിഫ്റ്റായിട്ട് മാനസിക രോഗികളായവർ എൻ്റെ അടുത്തിപ്പോൾ 3 കേസ് വരുന്നുണ്ട്. ദീക്ഷ എന്താണ്? ദീക്ഷ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ് ദീക്ഷ എന്ന് പറയുന്ന ഒരു കാര്യം. ഇവരെല്ലാം ഇതിലേക്ക് വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതിലെ അത്ഭുത വിദ്യകൾ കണ്ടിട്ടായിരിക്കാം. ഇതൊന്നും ഉണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇതിലൊരു രഹസ്യം ഉണ്ടല്ലോ, അത് കണ്ടെത്താൻ വേണ്ടിയിട്ടായിരിക്കും പലരും വരുന്നത്. അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് മെച്ചമുണ്ടാക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ഇന്റലിജൻസ് കുറച്ചുകൂടെ വർദ്ധിപ്പിക്കാൻ, അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ എന്നാണെങ്കിലും പൈസയാണ് അവരുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പം അത് ഉയർത്താൻ ഇതൊക്കെ സഹായിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇവിടെ നമ്മൾ അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കേണ്ടത് മാനിഫെസ്റ്റേഷൻ്റെ ചില തലങ്ങളാണ്. എൻ്റെ കോഴ്സിൽ 4 തലത്തിലാണ് പോകുന്നത്. അത് മാനിഫെസ്റ്റേഷനാണ്. നമ്മളുടെ മനസ്സുകൊണ്ട് തന്നെ കാര്യങ്ങൾ സാക്ഷാത്കരിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മളുടെ മനസ്സിനെ പ്രോഗ്രാം ചെയ്യുകയാണ്. അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്ക് ഡോക്ടർ ജോ ഡിസ്പെൻസയൊക്കെ പറയുന്ന പോലെയുള്ള ബ്രെയിൻ റീവയറിംഗ് ടെക്നിക്കാണ്. ഫോർ എക്സാമ്പിൾ, സാധാരണ മനുഷ്യൻ ചിലർക്ക് ജന്മനാ കഴിവുണ്ടാവും കേട്ടോ, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഭൂരിഭാഗം ജനങ്ങൾക്കും ആ കഴിവില്ല. പക്ഷേ ആ കഴിവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പണം എന്ന് പറയുന്നത് സൂക്ഷ്മതലത്തിൽ ദർശിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? ഊർജമാണ്. ഇപ്പോൾ ഒരു 200 നോട്ട് അല്ലെങ്കിൽ 500 നോട്ട് നമ്മൾ കയ്യിലെടുത്തു. അത് അതിസൂക്ഷ്മ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സ്പന്ദിക്കുന്ന തന്മാത്രകളല്ലേ. സ്പന്ദിക്കുന്ന തന്മാത്രകളെ ചലിപ്പിക്കുന്ന ശക്തി ഏതാ? എനർജി അല്ലേ. ആ ഊർജ്ജത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാം ഊർജ്ജം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ഈ സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന ഞാനടക്കം, ഈ ഇരിക്കുന്ന ഉപകരണങ്ങളടക്കം, രാഹുലടക്കം എല്ലാവരും ഊർജ്ജത്തിൻ്റെ സ്പന്ദിക്കുന്ന തന്മാത്രകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവരാണ്. അത് ശാസ്ത്രം തെളിയിച്ചതാണല്ലോ, ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഊർജ്ജത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. തനത്തെ ആകർഷിക്കുന്ന ഊർജ്ജത്തെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരുടെയും മനസ്സ് പലപ്പോഴും പ്രോഗ്രാം ചെയ്യപ്പെട്ടു, പ്രീ പ്രോഗ്രാംഡാണ്. ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമിങ്ങിനനുസരിച്ചിട്ടാണല്ലോ ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ വിൻഡോസ്, നമ്മൾ ആ വിൻഡോസിൻ്റെ സ്റ്റാർട്ട് ബട്ടണിൽ അമർത്തുന്നു, ഷട്ട് ഡൗണിൽ അമർത്തുന്നു, ഷട്ട് ഡൗൺ ചെയ്യുന്നു. അതിൻ്റെ പിന്നിലൊരു പ്രോഗ്രാം വർക്ക് ചെയ്യുന്നുണ്ട്. അതേസമയം ആ പ്രോഗ്രാം മാറ്റി എഴുതി കഴിഞ്ഞാൽ വേറൊന്നല്ലേ സംഭവിക്കുക. ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. മനുഷ്യ മനസ്സിനെ ഒരു സോഫ്റ്റ്വെയർ ആയിട്ടോ അതല്ലെങ്കിൽ ഒരു വിളനിലമായിട്ടോ കാണുക. ഞാൻ എൻ്റെ മാനിഫെസ്റ്റേഷനിൽ ഞാൻ അനുവർത്തിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സാധാരണ മനുഷ്യന് കേട്ടോ, പക്കാ സാധാരണയായിട്ടുള്ള ഒരു മനുഷ്യൻ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അവിടെ അവൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു നെഗറ്റിവിറ്റി എന്തായാലും ഉണ്ടാവുമല്ലോ. ചെറുപ്പകാലങ്ങളിൽ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു തന്നെ, അതായത് പണം മരത്തിൽ കായ്ക്കില്ല, പണം ഉണ്ടാക്കണമെങ്കിൽ ബുദ്ധിമുട്ടണം, അതിങ്ങനെ വെറുതെ ഇരുന്ന് ആകർഷിച്ചു വരുന്നൊരു സംഭവമല്ല എന്നൊക്കെ പറഞ്ഞത് ചെറുപ്പകാലത്ത് രാഹുലോ അല്ലെങ്കിൽ ഞാനോ ഒക്കെ കേട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ മനസ്സിൽ അടിഞ്ഞുകൂടി കിടക്കുകയാണ് സബ് കോൺഷ്യസ് മൈൻഡിൽ. ഉപബോധ മനസ്സിനെ ഡയറക്റ്റ് നമ്മൾ ആക്സസ് ഇല്ലല്ലോ. ബോധ മനസ്സിലല്ലേ ഡയറക്റ്റ് ആക്സസ് ഉള്ളൂ. ഉപബോധ മനസ്സെന്ന് പറഞ്ഞാൽ 95% ആണ്, 5% മാത്രമാണ് ബോധ മനസ്സുള്ളത്. അപ്പോൾ ഈ മനസ്സിലുള്ള നെഗറ്റിവിറ്റിയെ കളയുക എന്നുള്ളതാണ് ഫസ്റ്റ് ടെക്നിക്ക്. അതിന് ബ്രെയിൻ വേവ് എൻട്രെയിൻമെന്റ് എന്ന് പറയുന്ന ആധുനിക സങ്കേതമാണ് ഉപയോഗിക്കുന്നത് ടെക്നിക്ക്. റീവയറിംഗ് ടെക്നിക്കാണ്. അവിടെ നമ്മൾ മനസ്സിലുള്ള നെഗറ്റിവിറ്റിയെ കളയുകയാണ്. അതായത് ഒരു വിളനിലത്ത് നമ്മൾ വിളകളെ പറിച്ചു കളയുന്നു. വിളനിലം അങ്ങനെ ഇട്ടാലോ വീണ്ടും കളകൾ വളരും. അതിന് പകരം അവിടെ പോസിറ്റീവായിട്ടുള്ള ഒന്നിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യണം. അവിടെ വിള നടണം. അപ്പോൾ ഓരോന്നും 21 ഡേയ്സാണ്. എൻ്റെ കോഴ്സ് കൃത്യമായിട്ടൊരു സാധാരണക്കാരൻ വിജയിക്കണമെങ്കിൽ ഒരു 84 ദിവസം കഷ്ടപ്പെടണം. അല്ലാതെ വെറുതെ നമ്മൾ തൃക്കണ്ണ് തുറന്നു വെച്ചിട്ട് ഇപ്പം നടക്കുന്നു പറഞ്ഞുകൊണ്ടൊക്കെ നടക്കുന്ന കാര്യമല്ല. അത് എത്ര എളുപ്പമല്ല. അതാണ് ഞാൻ പറയാൻ കാരണം. പലരും പറ്റിക്കപ്പെടുന്നത് അതുകൊണ്ടാണ്. ഇവിടെ ഈ നെഗറ്റീവ് കാര്യങ്ങൾ കളയാനായിട്ട് ഒരു 21 ദിവസം. കാരണം ഒരു മിനിമം നമ്മളുടെ ഒരു ഹാബിറ്റ് മനുഷ്യന് മനസ്സിൽ സ്ഥാപിക്കണമെങ്കിൽ ഒരു 21 ദിവസമെങ്കിലും വേണമെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 21 ദിവസം നെഗറ്റിവിറ്റിയെ കളയുന്ന പ്രോസസ്സാണ്. അപ്പോൾ അതിനൊരു ബ്രെയിൻ വേവ് ഫ്രീക്വൻസി നമ്മൾ കൊടുക്കും. പിന്നെ അതിൻ്റെ ചര്യകളും പഠിപ്പിക്കും. അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, ആക്ഷൻ എടുക്കണം. രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് രണ്ടാമത്തെ 21 ദിവസം ചെയ്യുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ അഫർമേഷൻസ് കൊടുക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തത് ലോ ഓഫ് അട്രാക്ഷനെ ബൂസ്റ്റ് ചെയ്യുന്ന ടെക്നിക്കാണ്. അതിനും സെപ്പറേറ്റ് ബ്രെയിൻ മ്യൂസിക് ഉണ്ട്, ബ്രെയിൻ വേവ് ഫ്രീക്വൻസിയാണത്. നാലാമത്തത് ഹൗ ടു റിസീവ്,
നമ്മൾ റെഡി അല്ലെങ്കിലും കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥ നമുക്ക് വരാം. അപ്പം അതുകൊണ്ട് പഴുതടച്ചിട്ടുള്ളൊരു പ്രോഗ്രാമാണത്. ഇത് ഒരു 84 ദിവസം 21x4 എന്ന് പറയുമ്പോൾ എത്രയും 84 ദിവസം കഷ്ടപ്പെടുന്ന ഒരാൾക്കാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് ഒരു ഓട്ടോ പൈലറ്റ് ലെവലിലേക്ക് അവരുടെ ബ്രെയിൻ പ്രോഗ്രാം ചെയ്യപ്പെടും. അങ്ങനെ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഞാൻ പഠിപ്പിക്കുന്നത്. എൻ്റെ ഒരു ബുക്കുണ്ട്, ആമസോണിൽ ബെസ്റ്റ് സെല്ലറാണ്. യൂണിവേഴ്സൽ മാനിഫെസ്റ്റേഷൻ സീക്രട്സ് എന്നാണ് അതിൻ്റെ പേര്. ആമസോണിൽ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ കാണാം. താല്പര്യമുള്ളവർ പറഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സ് തന്നാൽ ഞാൻ അയച്ചു തരാം. അതെ, യൂണിവേഴ്സൽ മാനിഫെസ്റ്റേഷൻ സീക്രട്സ്. അപ്പോൾ ആ ബുക്കിൽ ഞാൻ എൻ്റെ 22 വർഷത്തെ അനുഭവങ്ങളാണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത്. മുഴുവൻ മാനിഫെസ്റ്റേഷനെ പറ്റിയിട്ടാണോ? എങ്ങനെയാണോ? അതെ, അതിൽ യൂണിവേഴ്സൽ ലോസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വൺ അമംഗ് ദി യൂണിവേഴ്സൽ ലോ ആണ്, ഒരെണ്ണം മാത്രമാണ്. അപ്പോൾ ലോ ഓഫ് വൈബ്രേഷൻ, ലോ ഓഫ് പൊളാരിറ്റി, ലോ ഓഫ് റെസിപ്രോസിറ്റി, അങ്ങനെ ഒരുപാട്, ലോ ഓഫ് വൈബ്രേഷൻ, അങ്ങനെ ഒരുപാട് ലോയിൽ ഒന്ന് മാത്രമാണ് ലോ ഓഫ് അട്രാക്ഷൻ. അതുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ട് എല്ലാം നേടാൻ പറ്റില്ല. മറ്റുള്ള ലോസുമായിട്ട് നമ്മൾ താതാത്മ്യം പ്രാപിച്ചെങ്കിൽ മാത്രമാണ് ഇത് നടക്കുക, നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം സാക്ഷാത്കരിക്കുക. പക്ഷെ ആളുകൾ എല്ലാവരും ലോ ഓഫ് അട്രാക്ഷൻ്റെ പുറകെയാണ്. കാരണം ദ സീക്രട്ട് എന്ന് പറയുന്ന ഒരു ബുക്ക്, അതിൻ്റെ മൂവിയും ഇറങ്ങിയോടുകൂടി റോണ്ട ബേണിൻ്റെ എന്നെ കൂടുതൽ ആകർഷിച്ച കേട്ടോ. തീർച്ചയായിട്ടും ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ കാരണമായത് ആ ബുക്ക് തന്നെ ലോ ഓഫ് അട്രാക്ഷനിൽ എൻ്റെ കയ്യിൽ വന്നുകൊണ്ടാണ്. ഞാനത് മനസ്സിൽ ആഗ്രഹിച്ചു. ഒരു കോഴ്സ് നടക്കുന്ന സമയത്താണ്, ഹൈദരാബാദ് അപ്പോളോയിൽ ഞാനൊരു കോഴ്സ് ചെയ്യുന്ന സമയത്താണ്. ക്ലാസ്സിൽ അതിനെക്കുറിച്ചിട്ട് PS റെഡ്ഡി സാറ് സംസാരിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ ചെന്ന് കണ്ടു. സാറേ, ഈ ബുക്ക് നല്ല ബുക്കാണോ? യെസ്, നല്ല ബുക്കാണ്, യു വിൽ ഗെറ്റ് ഇറ്റ് എന്ന് പറഞ്ഞു. പക്ഷേ ഒരു മാസത്തിന് ശേഷം ഞാൻ നോക്കുമ്പോൾ സ്പീഡ് പോസ്റ്റ് വന്നിരിക്കുകയാണ്, ദ സീക്രട്ട് ബുക്ക് എനിക്ക് അദ്ദേഹം അയച്ചു തന്നിരിക്കുകയാണ്. അദ്ദേഹം എൻ്റെ ആരുമല്ല. പക്ഷേ റൂമിൽ വെച്ച് ഞാൻ അന്നത്തെ എൻ്റെ തലേ ദിവസം എൻ്റെ റൂംമേറ്റിനോട് ഞാൻ പറഞ്ഞിരുന്നു, എടാ ഞാൻ ഈ ബുക്ക് ഒന്ന് അട്രാക്ട് ചെയ്യാൻ പോവാം, താനെ വരണമെങ്കിൽ വരട്ടെ. ആ ബുക്ക് എൻ്റെ വന്നു. ഇതെന്നെ കൊണ്ട് ചിന്തിപ്പിച്ചു. അത് 2008 സംഭവം. അന്ന് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ സീക്രട്ട് അല്ല, അതിന് ബിയോണ്ട് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതിനപ്പുറമുള്ള ബിയോണ്ട് ദ സീക്രട്ട് എന്താണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പഠനങ്ങളാണ് ഞാൻ മാനിഫെസ്റ്റേഷനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാനിഫെസ്റ്റേഷൻ്റെ ചില കാര്യങ്ങളുണ്ട്. അത് റീവയറിംഗ് ടെക്നിക്ക്, ഏറ്റവും ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ചാൽ ഈ അധികം ഒന്നും മെഡിറ്റേറ്റ് ചെയ്യാതെ തന്നെ കാര്യങ്ങൾ നടക്കും. സാധാരണക്കാരന് ഫാസ്റ്റ് ട്രാക്ക് റിസൾട്ടാണ് വേണ്ടതല്ലേ. അപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് റിസൾട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ പ്രോഗ്രാം ചെയ്യേണ്ടത്. ഇത്രയും വർഷങ്ങൾ കൊണ്ട് നെഗറ്റിവിറ്റി ഉള്ള നമ്മുടെ മൈൻഡിനെ മാറ്റിയെടുക്കണമെങ്കിൽ, റീപ്രോഗ്രാമിംഗ് ചെയ്യണമെങ്കിൽ കുറച്ച് സമയം വേണ്ടേ? ആ സമയം അനുവദിച്ചു കൊടുക്കുക. ഒരു 3 മാസം, 84 ദിവസം എന്ന് പറഞ്ഞാൽ ഓൾ ടുഗദർ നമ്മൾ 90 ഡേയ്സ് എന്ന് പറയുമ്പോൾ 3 മാസം നമ്മളൊന്ന് കഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ജീവിതം മാറും. അങ്ങനെ മാറിയവരെന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, യൂണിവേഴ്സൽ ഒരു ചെക്ക് ഉണ്ട്, യൂണിവേഴ്സൽ ബാങ്കിൻ്റെ ഒരു ചെക്ക് എഴുതി വെക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ക്ലാസ്സിലുണ്ടായിരുന്ന ഒരാൾ, കണ്ണൂരുള്ള ഒരാളാണ്, വടകര. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞത്, ഒരു പെയിൻറ്റ് കട നടത്തുന്ന ഒരാളാണ്, 20 ലക്ഷം എന്ന് എഴുതി വെച്ചു, 2025 ജനുവരിയിൽ കിട്ടും എന്ന് പറഞ്ഞിട്ട്. ആ എമൗണ്ട് അയാളുടെ കയ്യിൽ വന്നു. അയാൾ അതിനുവേണ്ടി എക്സ്ട്രാ എഫേർട്ട് ഇട്ടിട്ടല്ല. അയാൾ ആ പെയിൻറ്റ് കട പാർട്ണർഷിപ്പിൽ നിന്ന് മാറ്റിയിട്ട് സ്വന്തമായിട്ട് വാങ്ങിക്കണമെങ്കിൽ 20 ലക്ഷം രൂപ വേണം. കുറച്ച് പണം അയാളുടെ കയ്യിലുണ്ട്, ബാക്കി പണം എവിടെ നിന്ന് വരും എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ആ കടയുടെ ഓണർ തന്നെ പറഞ്ഞു, എനിക്കൊരു ചിട്ടി കിട്ടിയിട്ടുണ്ട്, ആ ചിട്ടി നീ എടുത്തോ, ഇന്നിങ്ങനെയായിട്ട് തിരിച്ചു തന്നാൽ മതി. 20 ലക്ഷം ഓൾ ടുഗദർ. 5 ലക്ഷം എൻ്റെ കയ്യിലുണ്ട്, 15 ലക്ഷം അയാൾ കൊടുത്തു. അപ്പോൾ ആ 20 ലക്ഷം എഴുതി വെച്ചത് അത് കിട്ടി സാറേ എന്ന് പറഞ്ഞിട്ട് എന്നെ സന്തോഷത്തോടെ വിളിച്ചിരിക്കുകയാണ്. കാരണം 10-100 പേരുണ്ടായിരുന്ന ഗ്രൂപ്പിൽ അവനെപ്പോലെ ഒരു 4 പേര് ഇത് കറക്റ്റായിട്ട് ചെയ്തിട്ടുള്ളൂ. ആ 4 പേർക്ക് നല്ലതായിട്ട് റിസൾട്ട് കിട്ടി. അല്ലാത്തവർക്ക് ക്ഷമയില്ല. ഇതിന് ക്ഷമ വേണം. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ തൃക്കണ്ണങ്ങ് തുറന്നിരുന്ന് കഴിഞ്ഞാൽ ഇപ്പം എല്ലാം സാധിക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. കാരണം ബ്രെയിനിൻ്റെ ഫ്രീക്വൻസി താഴ്ത്തി ഒരു ആൽഫ ലെവലെങ്കിലും ഇരുന്ന് അവിടെ അഫർമേഷൻ കൊടുത്താൽ മാത്രമാണ് സബ് കോൺഷ്യസ് മൈൻഡ് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതല്ലാത്തതൊന്നും അതല്ലാത്തതെല്ലാം കുടം കമത്തി വെള്ളം ഒഴിച്ചതിന് തുല്യമാണ്. ഹിപ്നോസിസ് ആണെങ്കിൽ പോലും ഇനി അതും ചിലർക്ക് സംഭവിക്കും. സജസ്റ്റബിലിറ്റി കൂടുതലുള്ളവർക്ക് സജസ്റ്റബിലിറ്റി, അതായത് സജസ്റ്റബിലിറ്റി എന്ന് ഞങ്ങൾ ഹിപ്നോട്ടിസ്റ്റുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രാഹുൽ സജസ്റ്റബിൾ ആണെങ്കിൽ രാഹുലിനെ വിത്തിൻ 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് നിദ്രയിലേക്ക് കൊണ്ടുപോകാം, ഹിപ്നോസിസ് നിദ്രയിലേക്ക് കൊണ്ടുപോകാം, ട്രാൻസിലേക്ക് കൊണ്ടുപോകാം. അതേസമയം ഈ ഇരിക്കുന്ന വ്യക്തി ചിലപ്പോൾ അരമണിക്കൂർ എടുത്താലും ട്രാൻസിലേക്ക് പോകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ വ്യക്തികളെ സംബന്ധിച്ചാണോ ട്രാൻസിലേക്ക് അവർ പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്? വ്യക്തികൾ സ്വയം തീരുമാനിക്കുന്നതല്ല അത്. പലപ്പോഴെങ്കിലും നല്ല മെഡിറ്റേഷനൊക്കെ സ്ഥിരം ചെയ്യുന്ന വ്യക്തികൾ, ആ തലത്തിൽ ബ്രെയിൻ വേവ് താഴ്ന്നു പോകുന്ന വ്യക്തികളുണ്ട്. സജഷൻ കിട്ടുമ്പോൾ അങ്ങനെയുള്ളവർ ആ നിദ്രയിലേക്ക് പോകും. അല്ലാത്തവർ അതിനെ റെസിസ്റ്റ് ചെയ്യും. അതായത് ഇപ്പോൾ രാഹുൽ പറയുകയാണ്, എന്നെ ഒന്ന് ഹിപ്നോട്ടൈസ് ചെയ്തേ എന്ന് പറഞ്ഞിരുന്നാൽ ചെയ്യാൻ പറ്റില്ല.
എല്ലാവരും വിചാരം നമ്മളിങ്ങനെ കൈയങ്ങ് കാണിക്കുമ്പോഴേക്കും തല ഇറങ്ങി വീഴുന്നു, അതൊക്കെ ചുമ്മാ കാണിക്കുന്നതാണ്. എന്നെ വീഴ്ത്തട്ടെ അങ്ങനെ പറയുന്നൊരു മഹാനുണ്ടെങ്കിൽ എന്നെ വീഴ്ത്തട്ടെ, ഞാൻ സമ്മതിക്കാം. അത് പോസിബിൾ അല്ല. ഒരാളുടെ വില്ലോട് കൂടി തന്നെ നമുക്ക് ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അത്രയ്ക്ക് വലിയ കഴിവുള്ള ഒരാളായിരിക്കണം ഒരാളുടെ മനസ്സിലേക്ക് സജഷൻ കൊടുത്തിട്ട്. ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഹിപ്നോസിസ് വിജയിക്കുന്നില്ല എന്ന് കണ്ടാൽ പിന്നെ മെൻ്റൽ സജഷൻ, നമ്മൾ ഈ ദീക്ഷ കൊടുക്കുന്ന ആ രീതിയിലാണ്, മനോദീക്ഷ കൊടുക്കുന്ന ആ തലത്തിലേക്ക് കയറണം. അവിടെ നമ്മൾ ബോഡിയിൽ നിന്നിട്ട് നിന്നാൽ വർക്ക് ചെയ്യില്ല. തുര്യാതീത തലത്തിൽ നിൽക്കണം. തുര്യാതീത തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഹിപ്നോട്ടിക് സജഷൻ കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ മൈൻഡിലേക്ക്, ആത്മാവിലേക്കൊക്കെ സജഷൻ കൊടുക്കാം. വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കേസ് വരുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറ്. അത് അതിൽ കിടന്ന പരിപാടിയാണ്. പക്ഷേ അത് ചെയ്താൽ ചിലർ അതോടുകൂടി അവരുടെ അസുഖം മാറിപ്പോകുന്നത് കണ്ടിട്ടുണ്ട്. അതും പോസിബിളാണ്. അതാണ്. അപ്പോൾ വെൽത്ത് ക്രിയേഷൻ ശരിക്കും പറഞ്ഞാൽ ഒരു എനർജി ക്രിയേഷനാണ്. ആ വെൽത്തിൻ്റെ എനർജി നമ്മൾ റെസൊണേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ, നമ്മൾ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ അതേ ഫ്രീക്വൻസിയെ നമ്മൾ ആകർഷിക്കും. അവിടെ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യും. നമ്മൾ ആ രീതിയിലാവണം. അപ്പോൾ ചിലർ പറയും ഫിസിക്സിൽ പറയുന്നത് ഓപ്പോസിറ്റ് പോളാണല്ലോ ആകർഷിക്കുന്നതെന്ന്. അത് ഫിസിക്സിലെ നിയമമാണ്, മാഗ്നറ്റിൻ്റെ നിയമമാണ്. മനുഷ്യരുടെ കാര്യത്തിൽ ഇപ്പോൾ രാഹുലും ഞാനും ഒരേ രീതി ചിന്തിക്കുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ സുഹൃത്തുക്കളായിട്ട് പോകും. ഒരേപോലെയുള്ള എനർജി, ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്, ഓപ്പോസിറ്റ് അല്ല അട്രാക്ട് ചെയ്യുന്നു. അതേസമയം നമ്മളുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത ഇൻട്രസ്റ്റ് ഉള്ള വേറെ ആളാണെങ്കിൽ നമ്മൾ കൂടെ ഇരുന്ന് സംസാരിക്കും. ഇല്ല, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ചതുർത്ഥി തോന്നും, ഒരു റിപ്പൽഷൻ ഫീൽ ചെയ്യും. നമ്മൾ എന്ത് ചെയ്യും? അവിടെ നിന്ന് പതുക്കെ സ്കൂട്ടാവും, നമ്മൾ സ്ഥലം വിടും. ഇതാണ് ഞാൻ പറയുന്നത്, ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്. അപ്പം നമ്മൾ ഏത് ഫ്രീക്വൻസിയിലാണോ നിലനിൽക്കുന്നത് അതാണ് നമ്മളെ ആകർഷിക്കുന്നത്. യു അട്രാക്ട് വാട്ട് യു ആർ. നിങ്ങൾ ആകർഷിക്കുന്നത് നിങ്ങൾ ആരാണോ അതാണ് നിങ്ങളെ ആകർഷിക്കുന്നത്. അല്ലാതെ ഞാൻ വിചാരിക്കുന്നതല്ല രാഹുലാവുന്നത്. നമ്മൾ ചിന്തകളാണ് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളത്. അത് തന്നെയാണ് നമ്മളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത്, ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി. സബ് കോൺഷ്യസ് മൈൻഡിനോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. കോൺഷ്യസ് മൈൻഡിൽ നോക്കുമ്പോൾ ഇല്ല, ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ആളല്ല എന്ന് പറഞ്ഞാലും ഉപബോധ മനസ്സിൽ ഭയങ്കര പേടി, ഗിൽറ്റ് ഫാക്ടർ, ഫിയർ ഫാക്ടർ, ഇതൊക്കെ എടുത്ത് കളയാനാണ് ആദ്യത്തെ പരിപാടി. അതെടുത്ത് കളയാതെ വേറെ ഒന്നും കൊടുത്തിട്ടും കാര്യമില്ല. അപ്പം അങ്ങനെ ഒരു 4 സ്റ്റെപ്പ് പ്രോസസ്സാണ് ഞാൻ സിങ്ക്രോമൈൻഡ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന കോഴ്സ് 3-4 ബാച്ചുകൾ കോവിഡ് കാലഘട്ടത്തിൽ ചെയ്തു. അത് വിജയകരമായിട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്. പക്ഷേ എത്ര പേര് അതിനുള്ള ക്ഷമ കാണിക്കുന്നു എന്നുള്ള അവരുടെ ഒരു ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ അതേ ഉള്ളൂ. കാരണം ഇത്രയും വർഷം ചിലപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന ഒരു വ്യക്തി 50 വയസ്സുകാരനായിരിക്കും, അല്ലെങ്കിൽ ഒരു 45 വയസ്സുകാരനായിരിക്കും. 45 വയസ്സ് വരെ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടായിരുന്ന എല്ലാ ഗാർബേജും പുറന്തള്ളണ്ടേ? അതിനൊരു സമയം വേണ്ടേ? ഒരൊറ്റ നിമിഷം കൊണ്ട് നടക്കൂ ഇല്ല. ചിലർ പെട്ടെന്ന് ചെയ്യുന്നത് കാണാം, വിൽ പവർ കൂടുതലുള്ളവർ, ആക്ഷൻ പെട്ടെന്ന് എടുക്കുന്നവർ, എനിക്ക് മാറ്റങ്ങൾ വരുമെന്ന് പൂർണ്ണമായ വിശ്വാസമുള്ളവർ, അവരിൽ മാറ്റങ്ങൾ പെട്ടെന്ന് വരാറുണ്ട്. അല്ലാത്തവരിൽ ഇറ്റ് വിൽ ടേക്ക് സം ടൈം. അതിനുള്ള പേഷ്യൻസ് വേണം. അല്ലാത്ത കോഴ്സുകൾ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ സമയം കളയാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ ഒരുപാട് കോഴ്സ് ചെയ്ത ഒരാളാണ്. വേൾഡ് വൈഡ് ഫേമസ് ആയിട്ടുള്ള ഈ ജോ ഡിസ്പെൻസ അടക്കം, ഡോക്ടർ ജെയ്സൺ ക്രെഗ്, സ്റ്റീവ് ജി ജോൺസ് ആണ് എൻ്റെ ബുക്കിൽ റിവ്യൂ തന്നിട്ടുള്ള ആദ്യത്തെ. അപ്പോൾ അവരുടെ കോഴ്സ്, അദ്ദേഹത്തിൻ്റെ കോഴ്സ് 55 എണ്ണം ചെയ്തിട്ടുണ്ട് ഞാൻ, സ്റ്റീവ് ജി ജോൺസിൻ്റെ മാത്രം, NLP അടക്കം പല കോഴ്സുകളും. അതുപോലെ തന്നെ എത്രയോ ആളുകൾ, അതുപോലെ മരീസ പിയർ, അതുപോലെ തന്നെ കെൻ ഹോണ്ട, ഇത്തരം ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആളുകളുടെ കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം കോവിഡ് കാലത്ത് ഇതെല്ലാം ഓൺലൈനിൽ ലഭ്യമായിരുന്നു. മനസ്സിലായോ? ടി ഹാർവെക്കർ, കോടീശ്വര രഹസ്യങ്ങൾ എഴുതി, അദ്ദേഹത്തിൻ്റെ ഒക്കെ കോഴ്സുകൾ വളരെ രസകരമാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു സങ്കര ഇനമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ രാഹുൽ ഇപ്പോൾ എൻ്റെ കോഴ്സ് ചെയ്യുകയാണെങ്കിൽ കിട്ടാൻ പോകുന്നത് ഈ കോഴ്സുകളെല്ലാം പഠിച്ച ഒരാളിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഹോൾ തിങ്. ഇനി പിന്നെ അങ്ങനെ ഒരു കോഴ്സിന് പോകണ്ട. ടോണി റോബിൻസിൻ്റെ കോഴ്സ് ഡയറക്റ്റ് പോയി ചെയ്തോളൂ, കുഴപ്പമില്ല. ഞാൻ ടോണി റോബിൻസ് ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ടെക്നിക്സ് എനിക്കറിയാം. കോടീശ്വര രഹസ്യങ്ങളുടെ ടെക്നിക്ക് എനിക്കറിയാം, കെൻ ഹോണ്ടയുടെ ടെക്നിക്സ് എനിക്കറിയാം, മരീസ പിയറിൻ്റെ ടെക്നിക്സ് എനിക്കറിയാം, സ്റ്റീവ് ജി ജോൺസിൻ്റെ ടെക്നിക്സ് അറിയാം. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഒരു സങ്കരമായിട്ട് കിട്ടുന്ന ഒരു കോഴ്സാണെന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ ഒന്ന് ആലോചിച്ച് നോക്കുക. ശരിക്കും പറഞ്ഞാൽ lakhs of rupees നമുക്ക് വേണമെങ്കിൽ ഈ കോഴ്സിന് വാങ്ങിക്കാം. പക്ഷേ ഞാൻ വളരെ ചുരുങ്ങിയൊരു തുകയ്ക്കാണ് ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. ഇനി വരുന്ന മാസങ്ങളിൽ നവംബറിലോ ഡിസംബറിലോ ഒക്കെ ഈ കോഴ്സ് മിക്കവാറും നടത്താനുള്ള ചാൻസ് ഉണ്ട്.